അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മുടെ ക്യാമ്പ് റിസോർട്ട്? ഇതുപോലെ ഒത്തിരി. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ്. നമ്മുടെ ക്യാമ്പിനാണ് മക്കളെ ഞങ്ങൾ കാട്ടിലേക്ക് പോവുകയാണ്. മരുഭൂമിക്ക് നടുവിലൂടെ ഒരു ഇപ്പോൾ നമ്മൾ സബർമതി ബീജി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. സബർമതി ഉണ്ട്, സബർമതി ബീജി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ജയ്സാൽമീറിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അത് കയറാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലോട്ട് എത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ഒരു സ്റ്റേഷനിൽ കൂടെയാണ് ഇപ്പോൾ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജയ്സാൽമീറിലേക്കുള്ള യാത്രയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഇനി തൊട്ടാണ് നല്ല നല്ല കാഴ്ചകൾ വരുന്നത് കേട്ടോ. നമുക്ക് ജയ്സാൽമീർ എത്തിയിട്ട് അവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കണം. നല്ല തണുപ്പാണ്. ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബിൻഷാ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ജയ്സാൽമീർ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അടിച്ചു പൊളിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിലാണുള്ളത്. ഭയങ്കരമായ തണുപ്പ് കേട്ടോ. മരുഭൂമിയാണെങ്കിലും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. എങ്ങനെ ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ കയറിയപ്പോൾ അനുഭവം? തണുപ്പായിരുന്നോ? രാജസ്ഥാൻ മരുഭൂമി എന്നുള്ള ആ ഒരു ധാരണ അങ്ങ് മാറിയല്ലോ അല്ലേ? ഇന്ത്യൻ മിലിറ്ററിയുടെ ട്രെയിനാണ് കേട്ടോ അത്. ടാങ്ക്, പാറ്റൻ ടാങ്ക്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പൊക്രാനിലാണ് കേട്ടോ. പൊക്രാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. പൊക്രാൻ അറിയാലോ, ഇന്ത്യ ഫസ്റ്റ് ന്യൂക്ലിയർ പരീക്ഷണം നടത്തുന്ന, ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടത്തിയ സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് മാറിയാണ് ആ പരീക്ഷണം നടത്തിയത്. ഇതെല്ലാം താർ മരുഭൂമിയല്ലേ, താറിലല്ലേ, താർ ഡെസർട്ട്. ഉള്ളിൽ താർ ഡെസർട്ടാണ്. നമ്മളിപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ആ AC കമ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ അടിപൊളി കേട്ടോ. ഇത് രാജസ്ഥാൻകാരനാണ് നമ്മുടെ വിനീത്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗയ്സ്. അതിപ്പോഴും പറയണ്ട, അത് അവസരം പറഞ്ഞാൽ കുഴപ്പമില്ല. വിനീത് പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്തോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് രാജസ്ഥാനിലേക്ക് പോകണമെങ്കിൽ, ജയ്സാൽമീറിലേക്ക് പോകുന്നെങ്കിൽ അഹമ്മദാബാദ് വന്നേ പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഡൽഹി വഴി വരണം. അതിനെക്കാട്ടി അഹമ്മദാബാദിൽ നിന്നാണ് കൂടുതൽ ട്രെയിനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ റൂട്ട് വഴിയാണ് വരുന്നത്. നമ്മൾ ഈ പൊക്രാനിൽ ഒത്തിരി നേരം ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ പൊക്രാനിൽ വന്നിട്ട് ഇഞ്ചിൻ ചേഞ്ച് ചെയ്യും. നേരത്തെ നമ്മൾ വന്ന ഈ ഡയറക്ഷനിലാണ്. അവിടെ നിന്ന് ഇഞ്ചിൻ എടുത്ത് ഇനി തിരിച്ച് വെച്ചതിന് ശേഷം അടുത്ത റൂട്ട് വഴിയാണ് ജയ്സാൽമീറിലേക്ക് പോകുന്നത്. അതായത് ഇവിടെ വന്ന് ഒരു ജംഗ്ഷനാണ്, ഇവിടെ വന്ന് തിരിഞ്ഞാണ് ജയ്സാൽമീറിലേക്ക് പോകേണ്ടത്. അതിനുവേണ്ടി ട്രെയിൻ ഒരു 10-15 മിനിറ്റിന് മുകളിൽ ഇവിടെ എന്തായിരുന്നാലും സ്റ്റോപ്പ് ചെയ്തിടും. അപ്പോൾ ജയ്സാൽമീറിലേക്ക് വരുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ, അത്യാവശ്യം സ്നാക്സ് ചായയൊക്കെ കഴിക്കണമെങ്കിൽ സമയമുള്ളതും കുറച്ച് ഷോപ്സ് ഉള്ളതൊക്കെ ഈ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഇതൊന്ന് ശ്രദ്ധിച്ചോളുക. പൊക്രാനിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ പൊക്രാൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറട്ടെ. നമുക്ക് ഇനി യാത്ര തുടരാം. ഇഞ്ചിൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. पोखरण में क्या हुआ था ना, पहली बार इंडिया में न्यूक्लियर बॉम्ब का परीक्षण हुआ था यहाँ पर। और ये सब अटल बिहारी वाजपेयी एंड APJ अब्दुल कलाम दोनों ने मिलकर किया था 1998 में। बहुत बड़ी कंट्रोवर्सी थी। अमेरिका ने पूरे रेस्ट्रिक्शन लगाए हुए थे इंडिया पर, फिर भी उन लोगों ने कर दिखाया। और आज हम न्यूक्लियर परीक्षण में कामयाब होने की वजह से इतने पावरफुल है कि इंडिया पर कोई भी अटैक नहीं कर सकता है। सब डरते ओके दोस्तों, तो पोखरण आओ, कभी घूमने आओ तो ये बहुत अच्छी जगह है इधर राजस्थान में। ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടു, ഒരേ ഷേപ്പിലാണ് കേട്ടോ. വലിയ അതിനിടയിൽ ഒരു വലിയ വീട് കാണാം, പക്ഷെ ബാക്കിയുള്ള വീടുകളെല്ലാം ഒരേ എലിവേഷനിലാണ്. ഇങ്ങനെ
ചിലതിനൊന്നും ടോപ്പ് ഇല്ലാന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നുണ്ട് അകത്തോട്ടുള്ള കാണാൻ പറ്റാത്തതായിരിക്കും. അതാണ് ഫോർട്ട്. ആ കാണുന്നതാണ് ഫോർട്ട്. കണ്ട മേഡം, ജയ്സാൽമീർ സിറ്റി 5 കിലോമീറ്ററേ ഉള്ളൂ. 5 കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ജയ്സാൽമീർ ഫോർട്ട്, എയർപോർട്ട്. ലിവിംഗ് ഫോർട്ടാണ്, ആളുകൾ ഇപ്പോഴും താമസിക്കുന്നതാണല്ലേ. അങ്ങനെ നമ്മൾ ജയ്സാൽമീറിലേക്ക് എത്തിയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. ഞാൻ ഗോവയുടെ അയച്ചുതരാം. ഒരു 4 സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ട് അയച്ചാലോ. അങ്ങനെ നമ്മൾ ജയ്സാൽമീർ സ്റ്റേഷനിൽ എത്തി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാഗ് കൊണ്ടൊരു പയ്യെ പോവുകയാണ്. 100 രൂപ കേട്ടോ ഈ ബാഗെല്ലാം വെളിയിൽ കൊണ്ടുപോകുന്നതിന് ചാർജ്. എന്തായിരുന്നാലും അത് വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മളങ്ങനെ ഏൽപ്പിച്ചു. ഇങ്ങോട്ടുള്ള യാത്ര കാഴ്ചകൾ കണ്ടല്ലോ അല്ലേ. ഒട്ടകവും പശുക്കളും ആടുകളും അതുപോലെ കുതിരയൊക്കെ ആയിട്ട് ഭയങ്കര രസമോ. കുറേ ദൂരം ഒരേപോലുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങാം. നമ്മുടെ ബസ് വെളിയിൽ വന്നിട്ടുണ്ടാവും. ഇതിലെ പുറത്തേക്ക് പോകേണ്ടെന്ന്. റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കിയേ, അടിപൊളി ഒരു ബിൽഡിങ് കേട്ടോ പണിയുന്നത്. ആ ഒരു പഴയ സ്റ്റൈലിൽ പുതിയൊരു ബിൽഡിങ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും തിരക്കും സ്ഥലക്ക് സൗകര്യക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പണി തീരുമ്പോൾ അടിപൊളിയാണ്. അത് നോക്കിയേ, അതാണ് പുതിയ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ് പണി നടക്കുന്നത്. അതൊക്കെ വരുമ്പോഴേ അടിപൊളിയാവും. നല്ലൊരു പാർക്കിങ്ങും നല്ലൊരു ബിൽഡിങ്ങൊക്കെയാണ്. വലിയ ബസ്സാണ്. നമ്മുടെ കംപ്ലീറ്റ് ബാഗ് ഇതിനകത്ത് തന്നെ കൊള്ളും. ഇപ്പോൾ നിങ്ങൾ പാക്കേജ് ഒന്നും എടുക്കാതെയാണ് ജയ്സാൽമീറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് സാം ഡ്യൂണിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ക്യാമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി ഉണ്ടാവും. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു സർക്കിളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രിപ്പ് ജീപ്പും ട്രിപ്പ് ബസ്സും ഒക്കെ കിട്ടും. അങ്ങനെ നമുക്ക് പോകാവുന്നതാണ്. ഇവിടെ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് നമുക്ക് പോകേണ്ടുന്ന ആ ക്യാമ്പൊക്കെ വരുന്നത്. സാം സാൻ ഡ്യൂൺ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടേക്ക് ഇനി നമുക്ക് പോകണം. അത് 45 സീറ്റർ ബസ്സാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു വണ്ടിയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ട്രാവലർ. അപ്പോൾ നമ്മൾ ഈ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. മനു കയറിക്കോ, എനിക്കൊരു സൈഡ് സീറ്റ് തരണേ, ലെഫ്റ്റ് സൈഡിലെ. ഫോട്ടോ എടുക്കണമെങ്കിൽ അല്ലെ ഡ്രൈവറിൻ്റെ സൈഡിലിരിക്കാം. ഓക്കെ, കയറിക്കോളൂ. അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ട് പോയാണ്? ജയ്സാൽമീർ എത്തി. സാം സാൻഡ് ഡ്യൂൺ അവിടെയാണ് നമ്മുടെ ക്യാമ്പ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത് ഫോർട്ട് കാണാൻ കേട്ടോ. ഫോർട്ട് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. റൈറ്റ് സൈഡ് നോക്കിയേ, ഇത് ലിവിംഗ് ഫോർട്ട് ആണ് കേട്ടോ. ആള് താമസമുണ്ട് ഇതിനകത്ത്. അതിനകത്തെല്ലാം താമസക്കാരുണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു ലിവിംഗ് ഫോർട്ടാ. ഇവിടെ നിന്നാണ് കേട്ടോ ഹനുമാൻ സർക്കിൾ എന്ന് പറയുന്ന നെക്സ്റ്റ് ജംഗ്ഷനാണ്, നെക്സ്റ്റ് റൗണ്ട് അബൌട്ടാണ്. അവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുന്നത്. അവിടെ നിന്ന് ബസ്സും ജീപ്പും ഒക്കെ നമ്മുടെ ഈ സാം സാൻ ഡ്യൂണിലേക്ക് പോകാനായിട്ട് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളണം. അല്ലാതെ വരുന്നൊരു പാക്കേജ് ഇല്ലാതെ വരുന്നവരാണെങ്കിൽ അങ്ങനെ നോക്കിക്കോളണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ടാക്സി എടുത്തിട്ട് പോകാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടാക്സി എടുത്താലും സാം സാൻ ഡ്യൂണിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സാം സാൻ ഡ്യൂൺ 40 കിലോമീറ്റർ, സാം വില്ലേജ് 45 കിലോമീറ്റർ. ഇവിടെ ബോർഡ് കാണാം കേട്ടോ. അതിൽ നേരെ 40 കിലോമീറ്റർ ആണ്. ഡെസർട്ട് നാഷണൽ പാർക്ക് ആണോ ഇത്? അടിപൊളിയല്ലേ? ഹോട്ടലല്ലേ അത്? റിസോർട്ട്, ഹോട്ടൽ, മാരിയറ്റ്. മാരിയറ്റിന്റെ ഹോട്ടലാ അത്. നമുക്ക് ഡെസർട്ട് നാഷണൽ പാർക്കിനുള്ളിലൂടെയാണ് അങ്ങോട്ടേക്ക് പോവേണ്ടത്. രാജസ്ഥാൻ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? പറയൂ. വളരെ നല്ല നന്നാക്കി എടുക്കാം അല്ലേ? അറിയോ, ഇപ്പൊ നമ്മള് താർ മരുഭൂമിയുടെ
മധ്യത്താണ് നിൽക്കുന്നത്. ആ, ജയ്സാൽമീർ ടൗൺ എന്ന് പറയുന്ന താർ മരുഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് വരുന്നത്. ജയ്പൂരിൽ നിന്നും ഏകദേശം 570 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ രാജസ്ഥാന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ? ഇവിടെ നിന്ന് 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എന്താണ് അഭിപ്രായം? ഒരേ അഭിപ്രായമില്ല. എന്താണ് അഭിപ്രായം? അല്ലല്ല, ജയ്സാൽമീർ ജയ്പൂർ എന്ന് പറയുന്ന ക്യാപിറ്റൽ. അത് ഇവിടുന്ന് 570 കിലോമീറ്റർ അകലെയാണ്. നമ്മൾ മിക്കവാറും തിരിച്ചു പോകുമ്പോൾ ജയ്പൂർ വഴിയായിരിക്കും ട്രെയിനിൽ പോകുന്നത്, ഡൽഹിക്ക് പോകുന്നത്. എന്തോ ചെവി വീണ? ചെവിക്ക് എന്ത് പറ്റി? പനിയാ? ജയ്സാൽമീർ എത്തിയപ്പോഴത്തേ സുഹിത്തിനൊരാഗ്രഹം. ഇതുണ്ടോ, ഇത് മറ്റല്ല 4 വീലുള്ള വണ്ടി ഓടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെയുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അതെന്തോ ജീപ്പിൽ എങ്ങനെ കൊണ്ടുപോകുന്നേ? മരുഭൂമിക്ക് നടുവിലൂടെ ഒരു യാത്ര. ഇതെന്തിനാണ്? പാസ് ഉണ്ടോ? ഇതെല്ലാം ഓരോ ക്യാമ്പുകളാണ് കേട്ടോ. ഇങ്ങോട്ട് കയറുമ്പോൾ ഒത്തിരി ക്യാമ്പുണ്ട്. ഇതിൽ ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾ പോകുന്ന ഒരു പ്രത്യേകതരം ക്യാമ്പിലാണ്. അത് എത്തുമ്പോൾ നമ്മൾ കാണിച്ചു തരും. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ്. നമ്മൾ ക്യാമ്പിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ അൺലോഡ് ചെയ്യട്ടെ. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡെസേർട്ട് ക്യാമ്പ്. ഇതെല്ലാം ക്യാമ്പുകളാണ്, ഹട്ടുകളാണ്. ഇതിനകത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അത് കാണിക്കുക. അപ്പുറത്താണ് മാഡം. ഇതാണ് നമ്മുടെ സ്റ്റേ. അങ്ങനെ നമ്മൾ ജയ്സാൽമീർ എത്തി നമ്മുടെ ക്യാമ്പിലൊക്കെ വന്ന് റൂമിൽ കയറി ഒന്ന് കുളിച്ച് സെറ്റായി ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ഇനി അവിടെ വെള്ളം ഇനി ഞാൻ ഈ ക്യാമ്പ് ഒന്ന് ചുറ്റി കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇതേ കൺട്രി സൈഡ് റിസോർട്ട് എന്നാണ് നമ്മുടെ ക്യാമ്പിൻ്റെ പേര്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഉണ്ട് കണ്ടോ. ഈ ജീപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ ജീപ്പ് സഫാരി പോകുന്ന ജീപ്പുകളാണ്. ഫ്രണ്ടുള്ള ജീപ്പും അല്ലാത്ത ജീപ്പും ഒക്കെ ഉണ്ട്. ജീപ്പ് സഫാരി പോകുന്ന ജീപ്പാണ്. അതുപോലെ ബസ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. നമ്മൾ വന്ന ബസ്സാണ് ആ പാർക്ക് ചെയ്തിരിക്കുന്നത്. വാനും അപ്പുറത്ത് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ക്യാമ്പിനകത്തേക്ക് കയറി പോവാം. ഒത്തിരി ഗസ്റ്റ് ഉണ്ട് ഇന്നത്തെ ദിവസം. അവരെല്ലാം വെക്കറ്റ് ചെയ്തൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച. നമ്മളെ വെൽക്കം ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ വരുന്നത് ഇതിൻ്റെ റിസപ്ഷനാണ്. ഇതാ റിസപ്ഷൻ എങ്ങനെയാണ് വരുന്നത്. ഇതാ ഈ ആക്ടിവിറ്റീസൊക്കെയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഡ് ബൈക്ക്, പാരാസൈലിങ്, നാച്ചുറൽ ആൻഡ് വൈൽഡ് ലൈഫ് ടൂർ, നൈറ്റ് ജീപ്പ് സഫാരി വിത്ത് ക്യാമ്പ് ഫയർ. ഇങ്ങനെ ഇത്രയും ആക്ടിവിറ്റീസാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു ഏരിയയാണ്. ആ ഏരിയയുടെ 2 സൈഡിലുമായിട്ട് കോട്ടേജുകളാണ്, ഹട്ടുകളാണ് കണ്ടോ. ഇങ്ങനെ ഇത് ഹട്ടല്ല, ഇത് റെസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഹട്ട് പോലെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് കണ്ടോ. ഇത് കഴിഞ്ഞ് ഇതിലേ ഇങ്ങനെ നമുക്ക് അകത്തേക്ക് പോവാം. ഒരു വള്ളിക്കുടിൽ പോലൊരു സംഭവം കൊള്ളാം. ഈ ഇവിടുത്തെ വെയിലിന് ചൂടുണ്ട് കേട്ടോ, എന്നാലും ഭയങ്കരമായ അത് ഫീൽ ചെയ്യുന്നില്ല. തണുപ്പുമാണ്, വെയിലടിക്കുമ്പോൾ ഒരു ചൂടുമുണ്ട്. ഈ നമ്മുടെ റൈറ്റ് സൈഡിലൊരു പൂളുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. അത് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. നമുക്കാദ്യം ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കാം. എന്താ കണ്ടോ ക്യാമ്പുകൾ കണ്ടോ. ഇതിനൊക്കെ ഒത്തിരി ഒരുപാട് റൂംസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു
2-3 പേർക്ക് നിൽക്കാൻ പറ്റുന്ന റൂമാണ് കേട്ടോ ഓരോന്നും. ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം, അപ്പോഴറിയാലോ. ഇതൊരു ആക്ടിവിറ്റി ഏരിയയാണ്. ഇവിടെ വൈകുന്നേരം എന്തോ ബെല്ലി ഡാൻസോ അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അരങ്ങേറും. അത് നമുക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ അത് കാണും. ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പുണ്ട്. അതുപോലെ ഒരു സ്റ്റേജും DJയുടെ സെറ്റപ്പും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് വൈകുന്നേരം എന്താണെന്ന് നോക്കാം. നല്ല കളറല്ലേ കാണാൻ, സ്കൈയും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ. ഇതുപോലെ ചുറ്റി ഇങ്ങനെ ഒത്തിരി റൂംസാണ് സ്റ്റേ ചെയ്യാനുള്ളത്. ഈ റൂംസിന് വെളിയിൽ അവർ മതിൽ കെട്ടിയിട്ടുണ്ട്, കോമ്പൗണ്ട് വാളുണ്ട്. ആ കോമ്പൗണ്ട് വാളിനകത്തേക്ക് ആർക്കും അതിക്രമിച്ച് കയറാനൊന്നും പറ്റത്തില്ല, സേഫ്റ്റി ഉണ്ട് കേട്ടോ. അതിൽ ആ സൈഡിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. 2 ക്യാമ്പിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് ഇപ്പുറത്തെ സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, ഇങ്ങോട്ട് വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള റൂംസാണ് ഈ കാണുന്നത്. നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ ഇവർ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്, എത്ര രൂപയാണ് ഇപ്പം നമുക്ക് പാക്കേജ് കൊടുത്തു വന്നിരിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വലായിട്ടൊരു ഫാമിലി വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന് വരുന്നതെന്നൊക്കെ ഞാനത് ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ ചെറിയൊരു ഷോപ്പ് കാണുന്നുണ്ടോ, അവിടെ ലിക്കറൊക്കെ ഉണ്ട് കേട്ടോ, ബിയറും മദ്യമൊക്കെ ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അത് ഇവിടെ യൂസ് ചെയ്യാം. വാങ്ങിക്കണം, പൈസ കൊടുത്ത് വാങ്ങിക്കണം, ഫ്രീ അല്ല. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ, ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റാണ്. ഈ ക്യാമ്പ് പെർ ഹെഡ് റേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ റേറ്റിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇവിടുത്തെ സ്റ്റേയും ഇവിടുത്തെ ഫുഡും അതുപോലെ ഈ ആക്ടിവിറ്റീസും നമുക്ക് ഇതിനോടൊപ്പം ഉണ്ടാവും. അത് ഇങ്ങനെയൊക്കെയാണ് ടൈമിങ് എന്നുള്ള വിശദമായിട്ട് ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു പോവുക. നമ്മുടെ കുട്ടികൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണമെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഭക്ഷണം? കുഴപ്പമില്ല, കൊള്ളാം. എന്തൊക്കെയാണ്? പായസം, റൈസ്, ചപ്പാത്തി, ഡാൽ ഫ്രൈ, പപ്പട്, സാലഡ് അല്ലേ? എങ്ങനെയുണ്ട് കുട്ടികളെ ഫുഡ്? സൂപ്പർ. നിങ്ങൾ കുറേ നേരം ആയല്ലേ കഴിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട്? എണീക്കല്ലേ, തീർത്തിട്ടേ പോവുള്ളൂ. ഓക്കെ, അതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇനി നമുക്ക് പൂള് കാണാൻ പോവാം. ഇത് നമ്മുടെ കൃഷ്ണജിത്താണ്. കൃഷ്ണജിത്തെ നമുക്കൊന്ന് പൂള് കാണാൻ പോയിട്ട് വരാം. എവിടെയാണ് പൂള്? കൃഷ്ണജിത്തിൻ്റെ റൂം ഏതാ? ആ, പൂൾ വ്യൂ ഉള്ള റൂമാണ് കിട്ടിയിരിക്കുന്നല്ലേ. പക്ഷെ ഒരു കവറിങ് ഉണ്ട്, പൂൾ വ്യൂ വരത്തില്ല. എങ്ങനെയുണ്ട് റൂമൊക്കെ? കൊള്ളാം അല്ലേ? മരുഭൂമിക്കകത്ത് ഇങ്ങനെ ഒരു ക്യാമ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഒരു 15 മീറ്റർ നീളം വരും കേട്ടോ പൂള്. 15 മീറ്റർ നീളമുള്ള പൂളാണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 അടിയോളം ഡെപ്ത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നത്. ഇവിടെ നല്ല ഡെപ്ത്ത് തോന്നിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഡെപ്ത്ത് ഉണ്ടല്ലേ. കൃഷ്ണത്തിൻ്റെ നീന്താൻ അറിയാവോ? അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ സമയം വൈകുന്നേരം 3:30 മണിയായി കേട്ടോ. അപ്പോഴാ ആ സ്ഥലത്തേക്കാണ് വെയിലടിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഷെയ്ഡുണ്ട്, തണലുണ്ട്. ഇതാണ് എൻ്റെ റൂം വരുന്നത്. ഇത് കണ്ടോ ചെയ്തിരിക്കുന്നത്. ഇവരിങ്ങനെ ഇവിടുത്തെ രാജസ്ഥാനിൽ കാണുന്ന പ്രത്യേകതരം കല്ലുണ്ടല്ലോ, അതിൽ ബേസ്മെൻറ്റ് അങ്ങ് നീളത്തിന് കെട്ടിയിട്ട് സെപ്പറേറ്റ് ഓരോ ഏരിയ ആയിട്ട് തിരിച്ച് ടെൻറ്റ് പോലെ ചെയ്തേക്കുകയാണ്. ഇത് ഷീറ്റാണ്, ഇതൊരു സൈസ് ഷീറ്റ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ മുകൾ ഭാഗം അങ്ങനെ ഷീറ്റ് തന്നെയാണ്. ഇതിൽ കുറച്ച് ഏരിയയിലുള്ള കുറേ റൂമുകൾ ഫാമിലിക്ക് വേണ്ടി എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. എ സി ഉണ്ട്. അതുപോലെ ഇത് കട്ടിൽ എന്ന് പറയുന്നത്, ഈ ബെഡ് എന്ന് പറയുന്നത്, ഇതും ആ കല്ല് പോലത്തെ സാധനം, തടിയല്ലേ ഇതും പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. തറയിൽ കെട്ടി ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ബെഡ് ഇട്ടേക്കുകയാണ്. നല്ല സോഫ്റ്റ് ബെഡ് തന്നെയാണ്. 2 വെള്ളം, അതുപോലെ ഗ്ലാസ്, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ്. അതുപോലെ ബാത്റൂമും അത്യാവശ്യം നല്ല ഹൈജീനായിട്ടുള്ള നല്ല വലിയൊരു ഏരിയ ഉള്ള ബാത്റൂം. ഇതാണല്ലോ, എന്താ വലിയൊരു ബാത്റൂമാണ്. ഏകദേശം ഈ റൂമിൻ്റെ ഒരു പകുതിയോളം വരും ഈ ബാത്റൂമിൻ്റെ സൈസും. കഥ തുറന്നിട്ടിരിക്കുമ്പോൾ ചെറിയൊരു തണുപ്പ് ഇതിനകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വെയിലടിക്കുമ്പോൾ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെയിൽ ദേഹത്ത് കൊള്ളുമ്പോൾ നമുക്കൊരു ക്ഷീണവും ചൂടും തോന്നുന്നുണ്ട്. പക്ഷേ വെയിലില്ലെങ്കിൽ ചെറിയൊരു തണുപ്പാണ് വരുന്നത്. ഒരു 20 ഡിഗ്രി 21 ഡിഗ്രിയിലുള്ള ഒരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മുടെ ക്യാമ്പ് റിസോർട്ട്? ഇതുപോലെ ഒത്തിരി ഒരുപാട് പ്രൈസിന് ഉള്ളതുകൊണ്ട്, കുറഞ്ഞിട്ടുള്ളതുകൊണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ട്, അങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ ഈ വരുന്ന വഴിക്ക് മൊത്തം ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് സാം സാൻഡ് ഡ്യൂൺ എന്നാണ് കേട്ടോ. ഇവിടെയാണ് ഈ ക്യാമ്പുകൾ ഉള്ളത്. ഇത് എത്തുന്നതിന് മുമ്പേ നമുക്ക് കുറേ ക്യാമ്പ് കാണാം. പക്ഷേ ഇവിടെ വന്നിട്ട് ക്യാമ്പ് എടുക്കുന്നതാണ് നല്ലത്. സാം സാൻഡ് ഡ്യൂണിൽ വന്നിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഇവിടുന്ന് അടുത്താണ് നമുക്ക് സഫാരിയൊക്കെ പോവേണ്ടത്. അപ്പോൾ അതൊക്കെ വഴിയെ കാണിക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. നിങ്ങൾ സോളോ ആയിട്ടോ ബാച്ചിലറായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ ഇങ്ങോട്ട് വന്നോളൂ. ധൈര്യമായിട്ട് വരാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിലൂടെ തരാം കേട്ടോ. നല്ല ഫുഡുമാണ് ഇവിടുത്തെ.